ക്ഷേത്രസമിതിയുടെ സെക്രട്ടറി ശ്രീ ശശിധര കുറുപ്പാണ് എന്നോടൊപ്പമുള്ളത്. ഉദിയന്നൂർ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അടനിവേദ്യം തന്നെയാണ്. ആ അടനിവേദ്യത്തിൻ്റെ പ്രത്യേകതകൾ, എന്തിനാണ് അടനിവേദ്യം കഴിപ്പിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കും. അതായത് ഭക്തരുടെ ഇഷ്ട വഴിപാടായിട്ടാണ് ഉദയന്നൂർ അമ്മയുടെ അടനിവേദ്യം നമ്മൾ നടത്തി വരുന്നത്. ഇത് വർഷങ്ങളായിട്ട്, അതായത് ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ ആണ് ഈ നിവേദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത്. ആ നിവേദ്യത്തെ ഇപ്പോഴും നമ്മൾ തുടർന്ന് വരിക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ നെല്ല് കുത്തി അരിയാക്കി അത് ഇവിടെ തന്നെ പൊടിച്ച് പഴവും ചേർത്ത് തേങ്ങയും ചേർത്ത് ആണ് നമ്മുടെ അടനിവേദ്യം നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവുണ്ട്. അളവെന്ന് പറയുമ്പോഴത്തേക്ക് 25 ഇടങ്ങഴി നെല്ല്, 50 തേങ്ങ, 1000 പഴം. ഇതാണ് നമ്മുടെ അടയുടെ ഒരു പ്രത്യേകമായ കൂട്ട്. അത് പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനത്തിൽ, അതായത് ആദ്യം അടയെ നിവേദ്യത്തിനായിട്ട് അരി പൊടിച്ചെടുത്ത് അതിനെ മാവാക്കി, പ്രത്യേകിച്ച് മാവാക്കി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂട്ടിൽ മാവാക്കും. എന്നിട്ട് തേങ്ങ തിരുകി പഴവും അതിനകത്ത് ചേർത്ത് തേങ്ങയും പഴവും ഒരു കൂട്ടാക്കിയെടുക്കും. എന്നിട്ട് മാവ് പ്രത്യേകമായിട്ടെടുക്കും. എന്നിട്ടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ വട്ടയിലയിലാണ് അത് നിവേദ്യം ഉണ്ടാക്കുന്നത്. അത് പണ്ടേ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്ന ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു വഴിപാടാണ് അടവഴിപാടെന്ന് പറയുന്നത്. അന്ന് ആദ്യമായിട്ട് ഇതിൻ്റെ യോഗീശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ആ ദിവ്യനായിട്ടുള്ള പുരുഷൻ, അതായത് അമ്മയ്ക്ക് ആദ്യമായിട്ട് കൊടുത്ത വഴിപാടാണ് അടവഴിപാട്. അന്ന് അവിടെ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നെല്ല് ധാരാളം ഉണ്ടായിരിക്കാം, പഴമുണ്ടായിരിക്കാം, പക്ഷേ ശർക്കരയൊന്നും അതിനകത്ത് ചേർക്കത്തില്ല. മധുരമായിട്ട് ചേർക്കുന്നത് പഴവും പിന്നെ തേങ്ങയുടെ മധുരവും മാത്രമേ അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ വരുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഓരോ ഭക്തർക്കും അവരുടേതായിട്ടുള്ള അഭീഷ്ട കാര്യങ്ങളുടെ സിദ്ധിക്കായിട്ടാണ് അട വഴിപാട് നിവേദ്യമായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പൊങ്കാല ദിവസം അത്തരം വഴിപാട്, അത് അങ്ങനെ ഒരു നേദ്യം ഉണ്ടോ? പൊങ്കാലയോടൊപ്പം തന്നെ ഈ അട നേദിക്കുന്നു. പൊങ്കാലയോടൊപ്പം അട നിവേദ്യം എന്ന് പറയുന്നൊരു കാര്യമില്ല. അമ്പലത്തിനുള്ളിൽ തന്നെയാണ് അടനിവേദ്യം എല്ലാം നടത്തുന്ന, അമ്പലത്തിനുള്ളിൽ തന്നെയാണ്. പുറത്ത് നമുക്ക് അടനിവേദ്യം നടത്താറില്ല. പിന്നെ പ്രത്യേകിച്ച് മുൻപത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്, ആൾക്കാർ വന്ന് നെല്ല് കുത്തി അരിയാക്കി പൊടിച്ച് അവർ തന്നെ പൊടിച്ച്, അതായത് അന്നത്തെ കാലത്ത് ഉരലാണെന്നല്ലോ ഉണ്ടായിരുന്നത്. ആ ഉരൽ പൊടിച്ചിട്ട് പ്രത്യേകമായിട്ട് അവർ ശുദ്ധിയോടെ ആറ്റിൽ പോയി കുളിച്ച് ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിൽ, നല്ല ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ അട വഴിപാട് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും ആ സിസ്റ്റം, അതായത് ആ രീതി ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. ചില കുടുംബങ്ങൾ ഈ വഴിപാട് നേർച്ചയായിട്ട് വരുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ഇതുപോലെ തന്നെ കുളിച്ചീറനായിട്ട് സ്വന്തമായിട്ട്, ഇപ്പം നെല്ലിവിടെ കുത്തി കൊടുക്കും, ഉരൽ എന്ന് പറയുന്നൊരു കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നെല്ല് കുത്തി ഇവിടെ തന്നെ അരിയാക്കി അവർക്ക് പൊടിച്ച് കൊടുത്തിട്ട് അവർ എല്ലാ കൂട്ടും അവർ തന്നെ വട്ടയില കൊണ്ടുവന്ന് അവർ തന്നെ ചെയ്യുന്നൊരു സംവിധാനം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അത് വളരെ അപൂർവമായിട്ട് നമുക്കത് നടക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ അപൂർവമായിട്ട്. കാരണം അതിനൊത്തിരി എഫർട്ട്, ഇന്നത്തെ കാലത്ത് ഇത്തിരി എഫർട്ട് ഉണ്ടല്ലോ. ബാക്കിയെല്ലാം നമ്മുടെ മനോധർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങൾ. അത് ഇവിടുത്തെ അതിന് പ്രത്യേക ജോലിക്കാരുണ്ട്. അവർ അമ്മമാരായിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം നോക്കി ചെയ്യുന്നത്. അതിന് വളരെ ഭക്തിസാന്ദ്രമായിട്ടൊരു അന്തരീക്ഷത്തിലാണ്. ഉദയന്നൂരമ്മയുടെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടും അട തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അടനേദ്യ വഴിപാട് എത്രമാത്രം ഇവിടെ പ്രാധാന്യമാണ് എന്നും അത് കഴിപ്പിക്കുന്നവർക്ക് എത്രമാത്രം അനുഗ്രഹം ഉണ്ടാകുമെന്നുമുള്ളത്. എന്തായാലും ഉദിയന്നൂർ അമ്മയുടെ നടക്കൽ അഭീഷ്ടസിദ്ധിക്കായി അടനിവേദ്യം കഴിപ്പിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരിക തന്നെയാണ്.